സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ രഹസ്യം. ക്രിസ്തുവിനോടുള്ള തികഞ്ഞ സ്നേഹത്തിലും സമർപ്പണത്തിലും 8 വർഷക്കാലം തിരുസഭയുടെ പരമാചാര്യ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിച്ച നിത്യസമ്മാനത്തിനായി യാത്രയായ നമ്മുടെ ബെനഡിക്റ്റ് പാപ്പയുടെ വാക്കുകളാണ് ഇവ. 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്ത് ചരിത്രം കുറിച്ച് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്ന ആ സഭാ വര്യന്റെ ധന്യ ജീവിതത്തിന്റെ സുപ്രധാന സംഭവങ്ങളിലൂടെയുള്ള ഷെക്കിന ന്യൂസിന്റെ സത്യത്തിന്റെ പ്രവാചകൻ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോകം നിങ്ങൾക്ക് സന്തോഷങ്ങൾ വാഗ്ദാനം ചെയ്യും. എന്നാൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അവയ്ക്ക് വേണ്ടിയല്ല, ദൈവമഹത്വത്തിനായാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. സ്വന്തം ജീവിതത്തെ സാക്ഷ്യമാക്കി എമറിറ്റസ് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ ഈ വരികൾ ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസത്തയാണ് സൂചിപ്പിക്കുന്നത്. കുഞ്ഞുനാൾ മുതലുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും ദൈവമഹത്വത്തിന്റെ പ്രഘോഷണ വേദിയായിരുന്നു. 1927 ഏപ്രിൽ 16 ജർമ്മനിയിലെ ബവേറിയയിൽ ജോസഫ് റാറ്റ്സിംഗർ ജനിച്ചു. നാസിസത്തിന്റെ സിദ്ധാന്തങ്ങളും മൃഗീയ നിലപാടുകളും കുഞ്ഞിലെ തന്നെ കൊച്ചു റാറ്റ്സിംഗറിൽ അതൃപ്തിയുടെയും ആത്മീയ ലാഘവത്തിന്റെയും ചോദ്യങ്ങൾ ഉയർത്തി. കത്തോലിക്ക സഭയുടെ ആത്മീയ കോട്ടയാൽ അദ്ദേഹം സ്വയം നാസിസത്തിൽ നിന്ന് പ്രതിരോധമേർപ്പെടുത്തി. നാസി സൈന്യത്തിലേക്ക് നിർബന്ധപൂർവം യുവാക്കളെ ചേർക്കുന്നതിന്റെ ഭാഗമായി റാറ്റ്സിംഗറും സൈന്യത്തിൽ അംഗമാകേണ്ടി വന്നു. സൈന്യത്തിൽ നിന്നും പിന്മാറുന്നവരെ തൽക്ഷണം വെടിവെച്ച് കൊലപ്പെടുത്തുക എന്ന നാസി തത്വം നിലനിൽക്കെ ആ ധീരയോദ്ധാവ് തന്റെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകാനായി യുദ്ധമുഖത്തു നിന്നും സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. ഇതിന്റെ ഫലമായി അദ്ദേഹം തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയും 1 മാസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1951 ജൂൺ 29 കർദിനാൾ മൈക്കിൾ ഫോൾ ഹാബറിൽ നിന്ന് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായിട്ടായിരുന്നു അദ്ദേഹം ആദ്യം നിയോഗിക്കപ്പെട്ടത്. ദൈവം ഏൽപ്പിച്ച കടമകൾ കൃത്യതയോടെ നിർവഹിച്ച അദ്ദേഹത്തെ ദൈവം മാനിച്ചു. വലിയ ശുശ്രൂഷകൾക്കായി ദൈവം അദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. സഭാ പ്രബോധനങ്ങളെയും വിശ്വാസ പാരമ്പര്യങ്ങളെയും അഗാധമായി സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സഭയുടെ അമൂല്യ രത്നമായിരുന്നു ഫാദർ ജോസഫ് റാറ്റ്സിംഗർ. ഭൂരിപക്ഷത്തോട് ചേർന്ന് സത്യത്തെ അടിച്ചമർത്തുന്ന പ്രവണതകളെ അദ്ദേഹം തുറന്നു വിമർശിച്ചു. അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു: സത്യമെന്നത് ഭൂരിപക്ഷ അഭിപ്രായത്താൽ നിർണയിക്കപ്പെടേണ്ട ഒന്നല്ല. പ്രഗത്ഭനായ പ്രൊഫസറായും സഭയുടെ വക്താവായും ഫാദർ റാറ്റ്സിംഗർ പ്രവർത്തന നിരതനായി. 2ാം വത്തിക്കാൻ കൗൺസിലിൽ ദൈവശാസ്ത്ര വിദഗ്ധനായി പങ്കെടുക്കാൻ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. സഭാ നവീകരണത്തിനായി ജോൺ 23 പാപ്പ ആയിരുന്നു കൗൺസിൽ വിളിച്ചുകൂട്ടിയത്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ആശയങ്ങളുടെ പ്രചരണാർത്ഥം അദ്ദേഹം എഴുതിയ ലേഖനം ദൈവശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ പ്രകടമായ തെളിവായിരുന്നു. ജ്ഞാനത്തിന്റെയും അറിവുകളുടെയും പടവുകൾ കയറുമ്പോഴും ദൈവഭയത്തിലും എളിമയിലും അഭിവൃദ്ധി നേടാൻ ആ സഭാവര്യൻ സദാ ശ്രദ്ധ ചെലുത്തിയിരുന്നു. താൻ ഏറെ സ്നേഹിക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്തിരുന്ന അധ്യാപക വൃത്തിയിൽ ദൈവഹിതാനുസരണം മുന്നേറുമ്പോഴായിരുന്നു പോൾ 6 പാപ്പ മ്യൂണിക്കിന്റെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത് ഏറെ പ്രയാസമേറിയ കാര്യമായിരുന്നു എങ്കിലും ഫാദർ ജോസഫ് റാറ്റ്സിംഗർ ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് തന്റെ പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് തികഞ്ഞ ആത്മാർപ്പണത്തോടെ പ്രവേശിച്ചു. കർദിനാൾ റാറ്റ്സിംഗറിന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒന്നായിരുന്നു കർദിനാൾ വോയ്റ്റീവയുമായുള്ള പരിചയം. പോളണ്ടിൽ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ വോയ്റ്റീവയുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറിന് കഴിഞ്ഞു. തങ്ങളുടെ ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും അവർ പങ്കുവച്ചു. ഭാവിയിൽ സഭയുടെ പരമാചാര്യ പദവിക്കായി ദൈവം ഇരുവരെയും ഒരു ആത്മീയ കൂട്ടായ്മയിലൂടെ ഒരുക്കുകയായിരുന്നു. നാസിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരെ ശക്തമായ നിലകൊണ്ട പോളിഷ് ആർച്ച് ബിഷപ്പ്
കരോൾ വോയ്റ്റിവയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആർച്ച് ബിഷപ്പ് ജോസഫ് റാറ്റ്സിംഗർ അടുത്ത ആത്മീയ ബന്ധം പുലർത്തി. തന്റെ പ്രഭാഷണങ്ങളിലും സന്ദേശങ്ങളിലും ആർച്ച് ബിഷപ്പ് വോയ്റ്റിവ ആർച്ച് ബിഷപ്പ് റാറ്റ്സിംഗറിന്റെ പ്രബോധനങ്ങൾ ഉദ്ധരിക്കുമായിരുന്നു. ഇരുവരും കർദിനാൾമാരായി ഉയർത്തപ്പെട്ടതും ഈ ബന്ധത്തെ ദൃഢപ്പെടുത്തി. പോൾ ആറാമൻ പാപ്പായുടെ മരണശേഷം 1978 ആഗസ്റ്റ് മാസത്തിൽ ചേർന്ന കോൺക്ലേവിൽ ആണ് ഇരുവരും ആദ്യമായി നേരിൽ കണ്ടത്. കർദിനാൾ കരോൾ വോയ്റ്റിവയുടെ പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയ നിലപാടുകളും അദ്ദേഹത്തിലുള്ള ദൈവികതയുടെ പ്രകടനങ്ങളാണെന്ന് കർദിനാൾ റാറ്റ്സിംഗർ വ്യക്തമായി മനസ്സിലാക്കിയതായി അദ്ദേഹം പിന്നീട് സാക്ഷ്യപ്പെടുത്തി. ആ കോൺക്ലേവിൽ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ വെറും 33 ദിവസങ്ങൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. ജോൺ പോൾ ഒന്നാമൻ പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പുതിയ മാർപ്പാപ്പയ്ക്കായുള്ള കോൺക്ലേവ് 1978 ഒക്ടോബർ 14 ആരംഭിച്ചു. കർദിനാൾ റാറ്റ്സിംഗർ ഏറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കർദിനാൾ കരോൾ വോയ്റ്റിവ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. Romane Ecclesiae Cardinale Wojtyła. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടുള്ള പൂർണ്ണ വിധേയത്വത്തിലും സഹകരണത്തിലും കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ തന്റെ സഭാ സേവനങ്ങൾ പൂർവാധികം തീക്ഷ്ണതയോടെ തുടർന്നു. ദൈവരാജ്യ വിസ്തൃതിക്കും സഭയുടെ പുരോഗതിക്കുമായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ സഭാവര്യൻ. ആഗോളതലത്തിൽ സുവിശേഷവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഉദ്യമങ്ങൾക്ക് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പൂർണ്ണ ആത്മീയ പിന്തുണ നൽകി. മ്യൂണിക് കർദിനാളായിരുന്ന ജോസഫ് റാറ്റ്സിംഗറിലെ വിശ്വാസ തീക്ഷ്ണതയും സഭാ സമർപ്പണവും തിരിച്ചറിഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രപരമായ ഗവേഷണങ്ങൾ തുടരുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ജോൺ പോൾ രണ്ടാമൻ പാപ്പ അനുമതിയും പ്രോത്സാഹനവും നൽകി. ആ ആത്മീയ ബന്ധത്തിന്റെ അമൂല്യ സംഭാവനകളായിരുന്നു കർദിനാൾ റാറ്റ്സിംഗറിന്റെ പിന്തുണയോടെ ജോൺ പോൾ പാപ്പ എഴുതിയ വെരിതാത്തിസ് സ്പ്ലെൻഡർ, ഫിഡസ് എറ്റ് റാസിയോ എന്ന ചാക്രിക ലേഖനങ്ങൾ. സഭയുടെ തനതായ പാരമ്പര്യങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും കാലാനുസൃതമായി ആധുനികവൽക്കരിക്കുന്ന പ്രവണതകളെ കർദിനാൾ റാറ്റ്സിംഗർ നിശിതമായി എതിർത്തു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഈ കാലയളവിൽ അദ്ദേഹം രചിച്ച കൃതികൾ സഭയുടെ അനന്യതയുടെയും പൈതൃകത്തിൻ്റെയും അടയാളങ്ങൾ കൂടിയാണ്. സഭാ അംഗങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾക്കും വീഴ്ചകൾക്കും പരിഹാരമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറും ചേർന്ന് സഭയുടെ വിശുദ്ധീകരണത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. 2000 നോമ്പുകാല വേളയിൽ സഭാചരിത്രത്തിൽ നാഴികക്കല്ലായി രേഖപ്പെടുത്തിയ സഭയുടെ വിശുദ്ധീകരണത്തിനായുള്ള തിരുക്കർമ്മങ്ങൾ നടന്നു. സഭയിൽ ഏറെ ആന്തരിക പ്രതിസന്ധികൾ ഉടലെടുത്ത കാലമായിരുന്നു അത്. ദൈവിക വിവേകത്തോടെയും ജ്ഞാനദൃഷ്ടിയോടെയും സഭാ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനായി ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദിനാൾ റാറ്റ്സിംഗറിനെ ചുമതലപ്പെടുത്തി. ഏറെ പ്രാർത്ഥനയോടെയും ആത്മീയ ഗൗരവത്തോടെയും കർദിനാൾ റാറ്റ്സിംഗർ തന്റെ പുതിയ ദൗത്യത്തിനായി ഒരുങ്ങി. യുഎസിൽ വൈദികർക്കെതിരെ ഉയർന്ന ലൈംഗിക ചൂഷണ ആരോപണങ്ങളെ വിലയിരുത്തുവാനും പഠിക്കുവാനുമായി കർദിനാൾ റാറ്റ്സിംഗർ നിയോഗിക്കപ്പെട്ടു. ദൈവിക ആലോചന പ്രകാരം അദ്ദേഹം ഈ പ്രതിസന്ധിയിൽ ഇടപെടുകയും കുറ്റക്കാർക്ക് പാപ്പായുടെ തീരുമാനപ്രകാരമുള്ള വിധി നടപ്പിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള തന്റെ ജീവിതം ആത്മീയ രചനകൾക്കായി സമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം 3 തവണ പാപ്പായ്ക്ക് തന്റെ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ
അദ്ദേഹത്തെ പറ്റിയുള്ള ദൈവഹിതം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കിയ ജോൺ പോൾ പാപ്പ അത് സ്വീകരിച്ചില്ല. 1991 ഉണ്ടായ സ്ട്രോക്കിനെ തുടർന്നായിരുന്നു ഒരു പ്രാവശ്യം കർദിനാൾ റാറ്റ്സിംഗർ രാജി സമർപ്പിക്കാൻ തയ്യാറെടുത്തത്. തന്റെ ആരോഗ്യനില പരിഗണിച്ച് പാപ്പ അതിന് വഴങ്ങുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ അപ്പോഴും പാപ്പ അതിന് വഴങ്ങിയില്ല. കർദിനാൾ സംഘത്തിന്റെ തലവനെന്ന നിലയിൽ കർദിനാൾ റാറ്റ്സിംഗറിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 2005 മാർച്ചിൽ റോമിലെ കൊളോസിയത്തിൽ വെച്ച് പാപ്പായോട് ചേർന്ന് നടത്തിയ കുരിശിന്റെ വഴിയിൽ വൈദികരിൽ നിന്നും വന്നുപോയ തെറ്റുകൾക്കായി അദ്ദേഹം ദൈവത്തിന്റെ ക്ഷമയ്ക്കായി പ്രാർത്ഥിച്ചത് വിശ്വാസികളെ ഏറെ സ്വാധീനിച്ച ഒന്നായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരുന്നു. ആഗോള സഭയിലും ലോകം മുഴുവനിലും നിർണായക സ്വാധീനം ചെലുത്തിയ ആ വിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട സമയമായി. കർദിനാൾ റാറ്റ്സിംഗറും തന്റെ ആത്മീയ ശ്രേഷ്ഠനും മുൻകാല സുഹൃത്തുമായിരുന്ന ജോൺ പോൾ പാപ്പയുടെ ശാരീരിക ക്ലേശങ്ങളിൽ ദുഃഖിതനായി. ജോൺ പോൾ പാപ്പായുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന സൂചനയുമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി. ഏപ്രിൽ 2 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. കർദിനാൾ തിരുസംഘത്തിന്റെ തലവനായിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നു. ശൂന്യമാക്കപ്പെട്ട വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ പുതിയ അവകാശിക്കായി ആഗോള സഭ പ്രാർത്ഥിച്ചൊരുങ്ങി. കർദിനാൾ സ്ഥാനം ത്യജിക്കാൻ പല പ്രാവശ്യം തയ്യാറായ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറും പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വിയോഗത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 115 കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിന്റെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ കോൺക്ലേവിനായി സമ്മേളിച്ചു. 78 വയസ്സുകാരനായിരുന്ന കർദിനാൾ റാറ്റ്സിംഗറും പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥനാപൂർവം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഫലം അറിയിക്കാൻ വത്തിക്കാനിൽ വെളുത്ത പുക ഉയർന്നു. ആകാംക്ഷയോടെ കാത്തുനിന്ന വിശ്വാസികളുടെ മുൻപിലേക്ക് കടന്നുവന്ന സഭയുടെ ആ ധീരയോദ്ധാവ് വിനീതനായി സ്വയം ഇപ്രകാരം വെളിപ്പെടുത്തി. Dopo il grande Papa Giovanni Paolo II, ഏറെ ആദരണീയനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ പിൻഗാമിയായി കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ എളിയ ദാസനായ എന്നെ കർദിനാൾമാർ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാപ്പാസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നതിന്റെ ആദ്യപടിയായി പാപ്പ ബെനഡിക്റ്റ് 16 എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിനെയും ബെനഡിക്റ്റ് 15 പാപ്പായെയും അനുസ്മരിച്ചായിരുന്നു അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. സഭയുടെ ആത്മീയ അരക്ഷിതാവസ്ഥയിൽ ധീരതയോടെ സത്യത്തിന് സാക്ഷ്യം നൽകുകയും സമാധാനത്തിനായി പൊരുതുകയും ചെയ്ത മഹത് വ്യക്തിത്വങ്ങളായിരുന്ന അവരെ അനുകരിച്ചാകും തന്റെ പൊന്തിഫിക്കൽ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. I remember Pope Benedict XV said, "Courageous a prophet of peace, who guided the Church through turbulent times of war. In his footsteps, I place my ministry in the service of reconciliation and harmony between peoples." ദൈവം തന്നെ ഏൽപ്പിച്ച സഭയുടെ പരമാചാര്യ ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടെയും ദൈവഹിതം അനുസരിച്ചും നിർവഹിക്കാൻ ബെനഡിക്റ്റ് പാപ്പ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രായാധിക്യത്തിന്റെ പരിമിതികളോ പ്രതികൂല സാഹചര്യങ്ങളോ ആ ഇടയ ശ്രേഷ്ഠനെ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ചില്ല.
ആഗോള സഭയുടെ 265ാമത്തെ മാർപ്പാപ്പയായി ബെനഡിക്റ്റ് 16 പാപ്പ സ്ഥാനമേറ്റു. തന്റെ അപ്പസ്തോലിക ധർമ്മത്തെപ്പറ്റി തന്റെ ആദ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു: Il mio vero programma di governo è quello എന്റെ ഇഷ്ടമോ ആദർശങ്ങളോ അല്ല della mia volontà. എന്റെ അപ്പസ്തോലിക വാഴ്ചയിൽ പ്രാവർത്തികമാകേണ്ടത് ആഗോള സഭയോടുള്ള ഐക്യത്തിൽ കർത്താവിന്റെ ഹിതവും ദൈവവചനവുമാണ് എന്നിലൂടെ നിവൃത്തിയാകേണ്ടത്. മാർപ്പാപ്പ ആയുള്ള അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ പരമപ്രധാന ഘടകങ്ങളായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയും ദിവ്യബലിയും. ലോക നേതാക്കളായും വിവിധ സഭാപ്രതിനിധികളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. കർമ്മോത്സുകനും പ്രവർത്തന നിരതനുമായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾ തുടരുക എന്നത് 78കാരനായിരുന്ന ബെനഡിക്റ്റ് പാപ്പയ്ക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം പ്രയാസമേറിയതായിരുന്നു. എങ്കിലും സഭയുടെ ഉന്നമനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമായി ഒരു വത്സല പിതാവിനെ പോലെ പാപ്പ അക്ഷീണം തന്റെ കടമകളിൽ മുന്നേറിക്കൊണ്ടിരുന്നു. ആഗസ്റ്റിൽ ജർമ്മനിയിലെ കൊളോണിലായിരുന്നു ബെനഡിക്റ്റ് പാപ്പായുടെ ആദ്യ അപ്പസ്തോലിക സന്ദർശനം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പങ്കെടുക്കാനിരുന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ബെനഡിക്റ്റ് പാപ്പായെ കാത്തുനിന്നത് 10 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളായിരുന്നു. ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പരമമായ ആനന്ദം കണ്ടെത്തണമെന്നായിരുന്നു യുവജനങ്ങളോട് പാപ്പ അന്ന് പറഞ്ഞത്. യുവജനങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക എന്നത് പാപ്പായുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ആഗസ്റ്റിൽ സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിലും പാപ്പ തന്റെ സാന്നിധ്യം അറിയിച്ചു. 1.5 ദശലക്ഷം യുവജനങ്ങൾ സമ്മേളിച്ച വേദിയെ ശക്തമായ കൊടുങ്കാറ്റും പ്രതികൂല കാലാവസ്ഥയും കലുഷിതമാക്കാൻ ശ്രമിച്ചെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയെ അവ തടസ്സപ്പെടുത്താൻ പാപ്പ അനുവദിച്ചില്ല. പാപ്പായുടെ ഭക്തിനിർഭരമായ ആരാധനയിൽ യുവജനങ്ങൾ പ്രാർത്ഥനയിൽ ലയിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായോടൊപ്പം സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങൾ മറന്ന യുവജനങ്ങൾ ദൈവാരാധനയിൽ മുഴുകി. ചുരുങ്ങിയ കാലയളവിൽ പാപ്പ ഏറെ അപ്പസ്തോലിക യാത്രകൾ നടത്തി. 2006 മെയ് മാസത്തിൽ പാപ്പ നാസിസത്തിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഏറെ ദുരിതങ്ങളും മരണങ്ങളും വിതച്ച നാസിസത്തിന്റെ നാളുകളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പാപ്പ ഏറെ വേദനയോടെ പ്രാർത്ഥിച്ചു. പാപ്പ പറഞ്ഞു, എണ്ണമറ്റ മനുഷ്യരുടെ ഭാവി സ്വപ്നങ്ങൾ മൺമറച്ച ഈ കല്ലറകൾ നമ്മുടെ ഹൃദയങ്ങളെ ഉലയ്ക്കുന്നവയാണ്. അവ നമ്മിൽ ഉളവാക്കേണ്ടത് വിദ്വേഷമല്ല, മറിച്ച് വിദ്വേഷത്തിന്റെ ക്രൂരമായ പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുകയാണ് വേണ്ടത്. ബെനഡിക്റ്റ് പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ആഹ്വാനങ്ങളും മറ്റ് കൃതികളും സഭയുടെ നിസ്തുല രേഖകളായാണ് കണക്കാക്കപ്പെടുന്നത്. സഭാ ദർശനങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും മായം ചേർക്കാതെ വിവരിക്കുന്ന ഈ കൃതികളുടെ കാലിക പ്രസക്തി ഏറെ നിർണായകവുമാണ്. ക്രൈസ്തവരെ പാർശ്വവൽക്കരിക്കുന്നതിനെതിരെയും അവർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയും ബെനഡിക്റ്റ് പാപ്പ പൊതുവേദികളിൽ തുറന്നു സംസാരിച്ചു. ദൈവം തന്നെ ഭരമേൽപ്പിച്ച തന്റെ അജഗണത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ആ സ്നേഹപിതാവ് ഏറെ കരുതലോടെ ഇടപെടുകയും ദൈവത്തിൽ അധിഷ്ഠിതമായി അവരെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. പാപ്പായുടെ ചാക്രിക ലേഖനങ്ങളായ സത്യത്തിൽ സ്നേഹം, പ്രത്യാശയിൽ രക്ഷ, ദൈവം സ്നേഹമാകുന്നു എന്നിവയും അപ്പസ്തോലിക ആഹ്വാനങ്ങളും ഇതര കൃതികളും ക്രൈസ്തവ സഭയ്ക്ക് ആത്മീയ പോഷണം നൽകുന്നവയായിരുന്നു. വിവിധ ക്രൈസ്തവ സഭകളുമായി സാഹോദര്യം പുലർത്തുന്നതിലും
ഐക്യത്തോടെ മുന്നേറുന്നതിലും ബെനഡിക്റ്റ് പാപ്പ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പുമാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൽ പാപ്പ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. ചൈനയിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കുമേൽ ഭരണകൂടം ചെലുത്തിയ മതസ്വാതന്ത്ര്യ നിഷേധവും പീഡനമുറകളും ആ വത്സല പിതാവിനെ ഏറെ ദുഃഖിപ്പിച്ചു. അവരെ സഹായിക്കുവാനും ആത്മീയ കരുത്തു പകരുവാനും പാപ്പ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചു. രണ്ടായിരത്തി പാപ്പ ഇസ്താംബുൾ സന്ദർശിച്ച് നടത്തിയ ഉദ്യമങ്ങൾ സാഹോദര്യത്തിന്റെയും സംവാദത്തിന്റെയും ഫലങ്ങൾ വിതയ്ക്കുന്നവയായിരുന്നു. കർത്താവിന്റെ വചനം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പാപ്പ ഇപ്രകാരം കുറിക്കുകയുണ്ടായി: യേശുക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ നമുക്ക് നൽകപ്പെട്ട നിത്യജീവന്റെ വചസ്സുകൾ നമ്മിൽ തന്നെ ഒതുക്കി നിർത്താൻ നമുക്കാകില്ല. അത് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. ദൈവകൃപയാൽ നമുക്ക് നൽകപ്പെട്ടത് മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങൾ. യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലൂടെ ലഭ്യമാകുന്ന പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും അനുഭവത്തിലേക്ക് ദൈവം തന്നെ ഏൽപ്പിച്ച അജഗണം കടന്നുവരണമെന്ന് ആ പിതാവ് അതിയായി ആഗ്രഹിച്ചിരുന്നു. വിശ്വാസം സത്യമാണെങ്കിൽ അത് പ്രഘോഷിക്കാൻ നാം നിർബന്ധിതരാകും എന്ന് പാപ്പ പഠിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ഉപാധിയായിരുന്നു ജീസസ് ഓഫ് നസറത്ത് എന്ന ഗ്രന്ഥസമാഹാരം. തന്റെ അഗാധമായ ദൈവശാസ്ത്ര പാണ്ഡിത്യവും അറിവുകളും തന്റെ അജഗണവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. രോഗികളുമായും കുട്ടികളുമായും പാപ്പ ഏറെ സ്നേഹവായ്പകളോടെ സമ്പർക്കം പുലർത്തിയിരുന്നു. US സന്ദർശന വേളയിൽ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവർക്കായും ഭീകരവാദ പ്രവർത്തകരുടെ മാനസാന്തരത്തിനായും പാപ്പ പ്രാർത്ഥിച്ചു. പ്രായാധിക്യം ബെനഡിക്റ്റ് പാപ്പയുടെ ശരീരത്തെ ക്ഷയിപ്പിക്കാൻ ആരംഭിച്ചു. ശാരീരിക തളർച്ചയ്ക്ക് പുറമേയായിരുന്നു സഭയിൽ ഉടലെടുത്ത ആന്തരിക പ്രതിസന്ധികളും വെല്ലുവിളികളും. എങ്കിലും ദൈവാശ്രയത്വവും സഭാസ്നേഹവും കൈവിടാതെ ബെനഡിക്റ്റ് പാപ്പ അവയെല്ലാം വിവേകപൂർവ്വം നേരിട്ടു. US, അയർലൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിൽ ചില വൈദികരിലൂടെയുണ്ടായ കുട്ടികളുടെ ചൂഷണത്തെ തുടർന്ന് സഭയ്ക്കെതിരായി ആഞ്ഞടിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ഏറെ ദുഃഖമുളവാക്കുന്നതായിരുന്നു. ചൂഷണക്കേസുകൾ മറച്ചുവെച്ചെന്ന വ്യാജ പ്രചരണങ്ങളും പാപ്പായെപ്പറ്റി ലോകം കെട്ടിച്ചമച്ചു. സഭയുടെ യഥാർത്ഥ പീഡനങ്ങൾ പുറമേയുള്ള ശത്രുക്കളല്ലെന്നും സഭയ്ക്കകത്ത് വേരുറപ്പിക്കുന്ന പാപങ്ങളാണെന്നും പാപ്പ അന്നത്തെ സഭയുടെ അവസ്ഥയെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വാർഷികാചരണ വേളയിൽ പാപ്പ പറഞ്ഞു, പത്രോസിന്റെ വലയിൽ ചീത്ത മത്സ്യങ്ങളും കുടുങ്ങിയിരുന്നു. ദുർബലരായ മനുഷ്യരാണ് സഭയിലുള്ളത്. കർത്താവ് നമ്മെ മറന്നുവെന്ന് തോന്നിപ്പിക്കുന്ന കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സഭയെ മുഴുവനായി ബാധിച്ച ഈ പ്രതിസന്ധികൾക്ക് പുറമേ ആയിരുന്നു പാപ്പായുടെ വ്യക്തിജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ. തന്റെ സന്തത സഹചാരിയും വിശ്വസ്ത സഹപ്രവർത്തകനുമായ വ്യക്തിയിൽ നിന്നുമുണ്ടായ വേദനയും പാപ്പ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിജീവിച്ചു. എമിരറ്റസ് ബെനഡിക്റ്റ് 16 പാപ്പയുടെ ആകസ്മികമായ സ്ഥാനത്യാഗ പ്രഖ്യാപനവും തുടർന്നുണ്ടായ ഔദ്യോഗിക സ്ഥാനത്യാഗവും ആഗോള സഭയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ആ ചരിത്ര പ്രാധാന്യമേറിയ മുഹൂർത്തത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയർന്ന പ്രതിസന്ധികളാണെന്ന വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ താൻ ഏറെ പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്കും ശേഷമെടുത്ത തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു.
2013 ഫെബ്രുവരി 11 കർദിനാൾ സംഘത്തിന്റെ മുൻപാകെ ബെനഡിക്റ്റ് പാപ്പ ആദ്യമായി തന്റെ സ്ഥാനത്യാഗത്തെപ്പറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശുദ്ധരുടെ നാമകരണ നടപടികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്മേളനത്തിൽ ബെനഡിക്റ്റ് പാപ്പായുടെ ഈ പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതവും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുമായിരുന്നു. അല്പസമയത്തേക്ക് കർദിനാൾ സംഘത്തിനിടയിൽ വ്യാപിച്ച മൗനത്തിനു ശേഷം കർദിനാൾ തിരുസംഘത്തിന്റെ അന്നത്തെ ഡീൻ ആയിരുന്ന കർദിനാൾ ആഞ്ചലോ സൊഡാനോ പാപ്പായുടെ പ്രഖ്യാപനത്തെ വേദനയോടെ ഉൾക്കൊള്ളുന്നതായി അറിയിച്ചു. തികഞ്ഞ ദൃഢതയോടെയും സ്ഥൈര്യത്തോടെയും തന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞത്: Ad conditionem certam perveni vires meas. പ്രായാധിക്യം മൂലം എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിക്കാൻ എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥകൾ എന്നെ അനുവദിക്കുന്നില്ല. ഇത് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അതിനാൽ ഇതിന്റെ ഗൗരവത്തെപ്പറ്റിയുള്ള പൂർണ്ണ തിരിച്ചറിവോടെയും മുഴുവൻ സ്വാതന്ത്ര്യത്തോടെയും പത്രോസിന്റെ പിൻഗാമി എന്ന സ്ഥാനം ഒഴിയുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സമ്മേളനത്തിനു ശേഷം യാതൊരു ഭാവമാറ്റവുമില്ലാതെ പതിവ് പോലെ പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി കർദിനാൾ സംഘത്തെ അനുഗ്രഹിച്ചു. എന്നാൽ സദസ്സിലാകെ ആശങ്കയുടെയും ദുഃഖത്തിന്റെയും അന്തരീക്ഷം തളം കെട്ടിനിന്നു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രതിവാര പൊതുദർശനത്തിൽ പാപ്പ വിശ്വാസികളോട് തന്റെ സ്ഥാനത്യാഗത്തെപ്പറ്റി പറഞ്ഞു. ആഗോള സഭയെ ആകെ ഇളക്കിമറിച്ച ആ പ്രഖ്യാപനത്തെ വിശ്വാസികൾ ഏറെ വേദനയോടെയാണ് സ്വീകരിച്ചത്. നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു സഭ ഒരു മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് 2013 ഫെബ്രുവരി 28 സാക്ഷ്യം വഹിച്ചത്. മരണം വരെ കൈകാര്യം ചെയ്യാവുന്ന സഭയുടെ പരമോന്നത പദവി ത്യജിച്ച ആ ഇടയ ശ്രേഷ്ഠന് യാത്രയയപ്പ് നൽകാൻ ആഗോള സഭ മനസ്സില്ലാ മനസ്സോടെ തയ്യാറെടുത്തു. മാർപ്പാപ്പമാരുടെ മരണശേഷം അവരുടെ മൃതശരീരങ്ങൾ ആദ്യം പൊതുദർശനത്തിന് വയ്ക്കുന്ന അപ്പസ്തോലിക വസതിയിലെ ക്ലമന്റൈൻ ഹാളിലായിരുന്നു ബെനഡിക്റ്റ് പാപ്പായ്ക്ക് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്. ജീവിക്കുന്ന പാപ്പായ്ക്ക് വിട പറയാൻ കർദിനാൾമാർ എത്തിച്ചേർന്നു. 85 വയസ്സുകാരനായിരുന്ന ബെനഡിക്റ്റ് പാപ്പായെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് കർദിനാൾമാർ വരവേറ്റത്. നിറഞ്ഞ സ്നേഹവായ്പകളോടെ കർദിനാൾ തിരുസംഘം നൽകിയ പ്രാർത്ഥനാശംസകൾ പാപ്പ സ്വീകരിച്ചു. താൻ തന്നെ നിയമിച്ച കർദിനാൾ സംഘത്തിലെ ഏറിയ പങ്ക് അംഗങ്ങളെയും തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളും ഉൾക്കൊള്ളുന്ന കർദിനാൾ സംഘത്തിന് പാപ്പ തന്റെ സന്ദേശം നൽകി. വാദ്യവൃന്ദങ്ങളെപ്പോലെ ഏവരും ഒത്തൊരുമയോടെ മുന്നേറണമെന്ന പാപ്പായുടെ സന്ദേശം കർദിനാൾ സംഘത്തെ വികാരഭരിതരാക്കി. തുടർന്ന് പാപ്പ അവർക്ക് തന്റെ ആശീർവാദം നൽകി. Pater et Filius et Spiritus Sanctus. തുടർന്ന് വ്യക്തിപരമായി കർദിനാൾമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാപ്പ തന്റെ പേപ്പൽ വസതിയോട് വിട പറഞ്ഞു. തന്റെ സ്ഥാനത്യാഗം തന്നെ കേന്ദ്രീകരിച്ചുള്ളതല്ലെന്നും സഭയുടെ പുരോഗതിക്ക് വേണ്ടിയാണെന്നും ബെനഡിക്റ്റ് പാപ്പ വ്യക്തമാക്കിയതായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊണാൾഡ് വേൾ പിന്നീട് പറയുകയുണ്ടായി. He was saying, this isn't about me. This is all about the church moving forward. It was beautiful. യാത്രയയപ്പ് ചടങ്ങുകൾക്ക് ശേഷവും പാപ്പയെ യാത്രയയക്കാനായി പേപ്പൽ ഉദ്യോഗസ്ഥരും സ്വിസ് ഗാർഡുകളും സാന്താ മാർത്തയിൽ ഒത്തുചേർന്നിരുന്നു. പാപ്പാ സ്ഥാനത്തുള്ള ബെനഡിക്റ്റ് പാപ്പായുടെ അവസാന ട്വീറ്റ് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്കും ഇടയാകട്ടെ. യാത്രയയപ്പ് ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ പാപ്പ തന്റെ സ്ഥാനമൊഴിയലിന്റെ ഭാഗമായി തന്റെ അപ്പസ്തോലിക വസതിയോട് വിട പറഞ്ഞു. പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസൽ ഗൊണ്ടോൾഫയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം ബെനഡിക്റ്റ് പാപ്പ നീങ്ങിയപ്പോൾ വത്തിക്കാൻ മുഴുവനിലും അതിന്റെ പ്രതിഫലനങ്ങൾ പ്രകടമായിരുന്നു. എട്ട് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഭരമേൽപ്പിച്ച വിശുദ്ധ പത്രോസിന്റെ പിന്തുടർച്ചാ സ്ഥാനം വിശ്വസ്തയോടെ നിർവഹിച്ചതിന്റെ കൃതാർത്ഥതയിൽ ബെനഡിക്റ്റ് പാപ്പ ഔദ്യോഗിക പേപ്പൽ വസതിയുടെ പടികളിറങ്ങി.
സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിലും പുരമുകളിലുമായി പാപ്പായെ യാത്രയാക്കാൻ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞിരുന്നു. പാപ്പായെയും കൊണ്ട് വത്തിക്കാനിൽ നിന്നും ഹെലികോപ്റ്റർ പറന്നുയർന്നത് വിളിച്ചറിയിച്ച് റോമിൽ ദേവാലയമണികൾ മുഴങ്ങി. കാസിൽ ഗൊണ്ടോർഫോയിൽ പാപ്പായെ വരവേൽക്കാൻ വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. ശാന്തത തുളുമ്പുന്ന പുഞ്ചിരിയോടെ ബെനഡിക്റ്റ് പാപ്പ സ്ഥാനമൊഴിയുന്നതിന് മുൻപായി വിശ്വാസികളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്തു. ശാന്തത തുളുമ്പുന്ന പുഞ്ചിരിയോടെ ബെനഡിക്റ്റ് പാപ്പ സ്ഥാനമൊഴിയുന്നതിന് മുൻപായി വിശ്വാസികളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്യുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു. അന്ന് രാത്രി 8 മണിക്ക് പാപ്പായുടെ സ്ഥാനത്യാഗം പ്രാബല്യത്തിലായെന്നറിയിച്ച് സ്വിസ് ഗാർഡുകൾ കാസിൽ ഗൊണ്ടോർഫോയുടെ വാതിലുകൾ അടച്ചു. ബെനഡിക്റ്റ് പാപ്പ തന്റെ ഔദ്യോഗിക പദവി ത്യജിച്ച് എമിരറ്റസ് പാപ്പയായി തന്റെ ശുശ്രൂഷകൾക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. സഭയിൽ ആഞ്ഞടിച്ച കോലിളക്കത്തെ ദൈവം ആഗ്രഹിച്ച പോലെ തികഞ്ഞ വിവേകത്തിലും ജ്ഞാനത്തിലും ബെനഡിക്റ്റ് പാപ്പ നേരിട്ടു. ശരീരത്തിന്റെ ദുർബലാവസ്ഥകളെ തുടർന്ന് സ്ഥാനത്യാഗം ചെയ്ത പാപ്പ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായി തന്റെ വിശ്രമ ജീവിതം സമർപ്പിച്ചു. സ്ഥാനത്യാഗത്തെ തുടർന്ന് കാസിൽ ഗൊണ്ടോർഫോയിൽ ആയിരുന്ന എമിരറ്റസ് പാപ്പ വത്തിക്കാൻ ഉദ്യാനത്തിലെ ആശ്രമത്തിലേക്ക് 2013 തന്നെ താമസം മാറ്റി. ഓരോ ദിനവും ദൈവദാനമായാണ് അദ്ദേഹം കാണുന്നത് എന്നും പ്രാർത്ഥനയിൽ ഏറെ നേരം ചെലവഴിക്കുന്നുവെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പായോടുള്ള പൂർണ്ണ വിധേയത്വത്തിലും ബഹുമാനത്തിലും വത്തിക്കാനിൽ ചെലവഴിക്കുന്ന അദ്ദേഹം ഫ്രാൻസിസ് പാപ്പായ്ക്കൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബെനഡിക്റ്റ് പാപ്പായുടെ പൗരോഹിത്യ ജൂബിലി വേളയിൽ ഫ്രാൻസിസ് പാപ്പായോടുള്ള സ്നേഹവും ബഹുമാനവും വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിനം മുതൽ ഇന്നുവരെ എന്നോട് പ്രകടിപ്പിച്ച സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി. ആ നന്മയുടെ കീഴിൽ ഞാൻ ഏറെ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. 2019 ഒക്ടോബറിൽ നടന്ന കൺസിസ്റ്ററിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കർദിനാൾമാർ ഫ്രാൻസിസ് പാപ്പായോടൊപ്പം എമിരറ്റസ് പാപ്പായെയും സന്ദർശിക്കാൻ എത്തിയിരുന്നു. 92 വയസ്സുകാരനായ ആ പിതാവ് പിതൃവാത്സല്യത്തോടെ അവരെ ആശീർവദിക്കുകയും മാർപ്പാപ്പായോടുള്ള പൂർണ്ണ വിധേയത്വത്തിൽ മുന്നേറണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. സത്യത്തിന്റെ പ്രവാചകനായി തന്റെ സഭയ്ക്കായി കർമ്മനിരതനായി പ്രവർത്തിച്ച നമ്മുടെ എമിരറ്റസ് ബെനഡിക്റ്റ് പാപ്പ നിത്യസമ്മാനത്തിനായി യാത്രയാകുന്ന ഈ വേളയിൽ വിസ്മരിക്കാതിരിക്കാം ആ ഇടയശ്രേഷ്ഠന്റെ സഭാ സേവനങ്ങളെ. ചേർത്തു പിടിക്കാം ആ സഭാവര്യന്റെ പ്രബോധനങ്ങളെ. ഏറ്റെടുക്കാം ആ മഹത് ജീവിതത്തിന്റെ എളിയ മനോഭാവത്തെ. സ്വന്തമാക്കാം ദൈവരാജ്യത്തോടുള്ള ആ സമർപ്പണത്തെ.